ശരൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രുതി. എന്തായാലും കൊച്ചിയിൽ മഴയുണ്ട്. ശരൺ മഴയത്താണ് നിൽക്കുന്നത്. ശ്രുതി, കുറച്ചു മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നില്ല, ഇപ്പോ മഴ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ മുൻ മാനേജറെ മർദ്ദിച്ച പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ. അതിലിപ്പോ ഈ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകുമെന്നാണോ അറിയാൻ കഴിയുന്നത്? ശ്രുതി, അക്കാര്യത്തിൽ അതായത് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസ് പോകുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് എറണാകുളം ജില്ലാ കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ ഉണ്ണി മുകുന്ദൻ സമീപിച്ചിരുന്നതാണ്. പക്ഷേ ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തീർപ്പാക്കിയിരുന്നു. അതിൽ പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കോടതി ജാമ്യാപേക്ഷ തീർപ്പാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ണി മുകുന്ദന്റെ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ അത് നോട്ടീസ് നൽകിക്കൊണ്ട് വിളിച്ചു വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആലോചനകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും വൈകാതെ തന്നെ ഉണ്ണി മുകുന്ദന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കും, അതായത് ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ണി മുകുന്ദൻ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ പരാതിക്കാരനായ വിപിൻ കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞിരുന്നത് തന്റെ ഫ്ളാറ്റിന്റെ കാർ പാർക്കിങ്ങിലേക്ക് എത്തിയാണ് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചതെന്നുള്ളതാണ്. പക്ഷേ അത് നിഷേധിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ചെയ്തിരുന്നത്. അദ്ദേഹം പറയുന്നത് താൻ മർദ്ദിച്ചിട്ടില്ല, ഈ വിപിൻ കുമാറിന്റെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുക മാത്രമാണ് ചെയ്തതെന്നുള്ളത്. അതായത് വിപിൻ കുമാറിനെതിരെ നേരത്തെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് താൻ ഫ്ളാറ്റിലേക്ക് പോയത്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ തർക്കം രൂക്ഷമാകുന്നു. തർക്കം രൂക്ഷമായതോടുകൂടി മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുക, അതായത് ഒരു വൈകാരിക പ്രകടനം അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് തന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനപ്പുറം താൻ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ, ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴും ഉണ്ണി മുകുന്ദൻ ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതുകൂടി രേഖപ്പെടുത്തിയ ശേഷം, ഉണ്ണി മുകുന്ദന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി രേഖപ്പെടുത്തിയ ശേഷം കുറ്റപത്രം വേഗത്തിൽ തന്നെ കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് പോലീസ് നിലവിൽ നടത്തുന്നത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എസ് ശരനാണ് വിവരങ്ങൾ നൽകിയ. ശരൺ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.